ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് പാർട്ട് 3 ആണ്. പിന്നെ ഞാനെൻ്റെ സ്കിന്ന് മാറ്റി ഗൈസ്. ഈ ഹെൽമെറ്റ് മാറ്റിയാൽ കാണാൻ പറ്റും എൻ്റെ തല. നോക്കി നോക്ക് ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ സ്കിന്ന്. ഏതോ ഇത്ര ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ എടുത്ത് ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്ന വരെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ അവിടെ വരെയുള്ള എല്ലാം പിന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ഗൈസ്, ഞാൻ ഇതിൻ്റെ FPS ഒന്ന് ഓക്കെ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഞാൻ ഉണ്ടാക്കിയ സ്ഥലങ്ങൾ ഞാൻ റെഡിയാക്കി. പിന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇവിടെ വേലി കെട്ടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ഥലം വരും. അത് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് അത് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കും. അതേപോലെ നേരെ ഒരു സ്ഥലവും പോവും. ആ സ്ഥലവും ഞാൻ ഉണ്ടാക്കി കഴിയുന്നതായിരിക്കും. പിന്നെ ഇങ്ങോട്ട് പോയാൽ നേരെ എൻ്റെ പോർട്ടലിന് പോകാണ്ടിരിക്കാൻ ഞാൻ ഇതിൻ്റെ ബാക്കിൽ സാധനം വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ടാണ് നോക്കിയാൽ ഇവിടെ ഈ സാധനം വെച്ചോണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പോകില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ദിസ് വഴിയാണ് ഗൈസ്. ഈ നമ്മളിലൂടെ പോയി വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറണം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതാണ് സ്റ്റോറേജ് റൂം. ഇതിൻ്റെ പണി ഇപ്പോൾ കഴിയില്ല. ഇനി മേൽക്കൂര വെച്ച് കൊടുക്കണം ഗൈസ്. ഓക്കെ. ഇവിടെ ഞാൻ രണ്ട് പ്രഷർ പ്ലേറ്റ് മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം തുറക്കാൻ പൂടും സിമ്പിളാണ്. അവിടെ എൻ്റെ അടുത്ത് കുറേ ചെസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ കുറേ ചെസ്റ്റെല്ലാം ഉണ്ടാക്കി ഗൈസ്. 21 ചെസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. ബാക്കി വന്നത് 48 ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ വെക്കണം. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേങ്കിൽ കുറേയൊന്നും അത് തന്നെ ഗൈസ്, കുറേയല്ലോ ഒക്കെ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇതായത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗുഹ എക്സ്പ്ലോറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെയുള്ള സ്റ്റോറേജ് തീർന്ന മാത്രമേ ഞാൻ അവിടെ വെക്കൂ. ഇനി ഇവിടെ ഒന്നും കൂടി തീരാണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തല്ല, അകത്താണ് പണി. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഹെൽമെറ്റിനായിട്ട് ഓക്കെ സെറ്റ്. എല്ലാ ആയുധവും കയ്യിലുണ്ട്. ഷവല് പുതിയ എടുത്തേക്കാം. ഇനി 2 ഷവൽ വെച്ചെടുത്തു. ഇതെല്ലാം ചത്തിച്ചാച്ചുകൊണ്ട് ഇതെല്ലാം ഫുള്ള് പോവും. നമുക്ക് 2 സ്റ്റാക്ക് ടോർച്ച് എടുത്ത്, 2 സ്റ്റാക്കല്ല 1 സ്റ്റാക്ക് ടോർച്ചും കൂടി എടുക്കാനില്ല. ഫുള്ള് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എൻ്റെ ആവശ്യമില്ലാത്തതാണ്. ബിൽഡിംഗ് ബ്ലോക്ക് കൈമേൽ ഇരുന്നോട്ടെ. ഇതും കൂട്ടി 64, ബാക്കി 15 ഇതിൻ്റെ അകത്ത് വെക്കും. ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ഇത് കൈമേൽ വേണം. ഇനി നമുക്ക് ഈ പൂവുകളെല്ലാം മാറ്റി വെക്കാം. സീഡും വേണ്ട, ഓക്കും വേണ്ട. അവിടെ 22 ഉണ്ട്. ഒരാണ് വെറുതെ എൻ്റെ സ്റ്റോറേജിനുണ്ട്. അയ്യോ ഗൈസ്, ഇനി നമുക്ക് ഗുഹ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. എനിക്ക് ആ സ്ഥലമെല്ലാം മറന്നുപോയി, അതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ ഇതും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി ഡബിൾ ചെസ്റ്റും കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ. ഇത് ഇവിടെ നിന്നോട്ടെ. ഒന്ന് ഇവിടെ വെക്കാം, ഇത് ഇവിടെയും വെക്കാം. ഓക്കെ ഗൈസ്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത് ഗുഹ എക്സ്പ്ലോറിങ്ങിന്. ഒരു കളം നമ്മളെപ്പോൾ ഒഴിച്ചു വിടണം. അതായത് വെള്ളം തൽക്കാലം എടുത്ത് മാറ്റി വെച്ചേക്കാം. ഇല്ല വേണ്ട, ഒഴിച്ചു വിടാണ്ട് ഇപ്രാവശ്യം. കാരണം ഇതെല്ലാം ആവശ്യമുള്ളതാണ് ഗൈസ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ഗുഹ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചെറുങ്ങനെ സ്മൂത്ത് ഉണ്ട് കേട്ടാ. ഇപ്പം നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടാ. നിങ്ങൾ ഇതാണ് ഇതിലൂട്ടാ പോയാലാണ് ഗുഹ എത്തുക. ഞാൻ കാണിച്ചത് ഈ ഭാഗമെല്ലാം നല്ലോണം റെഡിയാക്കണം ഗൈസ്. ഒരു മൈനിങ് ഏരിയ പോലെ ആക്കണം. ബാക്കിയുള്ള ഈ ഭാഗം ഇവിടെ നിന്ന് മൂടണം.
കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് താഴോട്ട് വരെ കുഴിച്ചു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഇവിടെ ഇത് വെച്ച് അത് ഷെയ്ഡൊക്കെ ഇട്ടുകൊണ്ടാണ് ഒന്ന് രസമുണ്ട്. പക്ഷേ ഗുഹയിൽ പോകുമ്പോൾ ഷെയ്ഡ് ഓഫാക്കണം. തൽക്കാലം ഞാൻ ഇപ്പോൾ ഓഫാക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഗൈസ്. നമുക്ക് സ്ഥലം ഇങ്ങോട്ടാണ്. വാളെടുത്ത് കഴിയുമ്പോൾ പിടിച്ചേക്കാം. നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ചെയ്യാം. നമുക്ക് 2 വഴിയുണ്ട്. ഞാൻ ഇതിലൂട്ടിയാണ് വന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകാനും പറ്റും. ഞാൻ ഇതിലൂട്ടിയാണ് വന്നത്. ഞാൻ ഉണ്ടാക്കിയാണ് ഗൈസ്. ഇതാ നമ്മൾ മറ്റേ സ്ഥലത്തൂടെ പോകുന്നതാണെങ്കിൽ ഇതൊന്നും കാണൂല ഗൈസ്. ഞാൻ മറ്റേ സ്ഥലം വരുമ്പം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് കുത്തി വെച്ചേക്കല്ലേ. ഇനി നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കാം. അവിടെ എൻ്റെ മറന്നുപോയി. ഇതല്ലോ സ്ഥലമെല്ലാം മറന്നുപോയി. യെസ്, എൻ്റെ കറക്റ്റ് സ്ഥലം. ഇതിൻ്റെ ഗുഹയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിത് ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ഇവിടെ എങ്ങനെയല്ലോ എത്തി. ഇനി നമുക്ക് അങ്ങോട്ടായിരുന്നു ചെറിയ ഡൗട്ട്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് വലിയ റവീനുള്ളത്. എന്താ വലിയ അതിന് ഇവിടെയാണ് നമ്മുടെ വലിയ ഗുഹയുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം. ഫസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഒന്നുമില്ല. ഇതുവരെ ഒന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് സേഫായിരിക്കുന്നു തോന്നുന്നു. അവിടെ ഞാൻ കുറേ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് കുറേയായി. കൂടുതൽ FC ആണ് കളിക്കൽ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ അതിൻ്റെ അകത്ത് 118 OVR കേസ്. അന്ന് സ്നെൽവിൻ്റെ ഒപ്പം കളിച്ചതുള്ള ആ ഒരു വീഡിയോ എൻ്റെ പഴയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡാണ്. നമുക്കിങ്ങോട്ട് പോവാം. എന്നിട്ട് ഇവിടെ തുള്ളുക. ശരിക്കും ഇവിടെ തുള്ളുണ്ടത് കണ്ടോ. എനിക്ക് ഏതാനും പറ്റും തുള്ളാൻ പറ്റും. പക്ഷേ ഓക്കെ, ഇത് ഇങ്ങോട്ട് തുള്ളാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ലാവാ പൂളുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഒബ്സിഡിയൻ എടുത്തത്. എന്നിട്ട് ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒബ്സിഡിയൻ ആക്കുമ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചത്തുപോയി. അത് വേറെ കാര്യം. ഇതെല്ലാം നല്ലോണം ആക്കണടാ. എപ്പം വരുന്ന പോലെ ആക്കണം. നല്ല കണ്ടാൽ നല്ല രാവിലെ ഇത് ഡാർക്ക് വൈബ് തരാത്. പക്ഷെ തൽക്കാലം ആയിട്ടില്ല. അത് അടുത്ത വർഷമുണ്ട്. ഇതിൻ്റെ പ്രശ്നം ഞാൻ സോൾവ് ആക്കുന്നതായിരിക്കും ഗൈസ്. ഓഫ് ക്യാമറ ഉണ്ടല്ലോടെ. ഇനിയും താഴോട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഡയമണ്ട് കിട്ടിയത്. എന്നാലും എന്താണെന്ന് പറഞ്ഞാൽ നോർമലിട്ട് വെച്ചുകൊണ്ട് ഡയമണ്ട് ഇത്രയും താഴോട്ടൊക്കെ സ്പോണാകുന്നുണ്ട്. ഇത് മേലോട്ടൊക്കെ സ്പോണാകുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ 14 പൊസിഷൻ, 14 -20 -24. നിങ്ങൾക്ക് കോഡിനനുസരിച്ച് പൊസിഷൻ കാണാൻ പറ്റും. നമ്മൾ ഇനിയും താഴോട്ട് പോകണമല്ലോ. ഇത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഗൈസ് വന്നത്. അല്ലാതെ മൈനിങ് ഒന്നും ചെയ്യാൻ ഇവിടുന്ന് ഞാൻ താഴെ. ഓക്കെ, ഇനി ഇവിടുന്ന് സെറ്റ്. ഇനി ഗൈസ് നമുക്ക് ഇങ്ങോട്ട് കയറണം. ഇത് എങ്ങോട്ടാണുള്ള വഴിയാന്ന് നമുക്ക് ഓർമ്മയില്ല. നോക്കി നോക്കാം. ഞാനിതാകും കടന്നു. ഇതാണോ ഗൈസ്? അതിന് നോ എന്നോട് കളിക്കാൻ വേണ്ട. മൈസൂര് പഴംകുട്ടി അടിക്കും ഞാൻ. ബിൽഡിംഗ് ബ്ലോക്ക് എടുത്താൽ നന്നായി കേട്ടോ ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചത്തിട്ടില്ല ഇതുവരെ. ഞാൻ ക്രൗച്ച് ചെയ്തിരുന്നിട്ടാണുള്ളത്. ഏതെങ്കിലും ഒന്ന് വന്നുപോകുമോ എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ മൾട്ടിപ്ലെയർ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. മൾട്ടിപ്ലെയർ വീഡിയോ എന്നും പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
നിങ്ങളുടെ കമൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മൾട്ടിപ്ലെയർ ഉറപ്പായിടുന്നതായിരിക്കും. ഇതിൻ്റെ താഴെയാണ് ഞാൻ ഇതെടുക്കാൻ പോയത്. പക്ഷെ അത് ഇവിടെ വെച്ച് മൂടിയിട്ടാണുള്ളത്. നമ്മളെ ഒബ്സിഡിയൻ. ഇത് നമുക്ക് നേരെ തിരിച്ചു പോകാം. പണി പാളിയോ? ഇല്ല, ഇതുവരെ പണി പാളിച്ചില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് കയറി പോകണം. പിന്നെ സ്നെൽവിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, സ്നെൽവിൻ ഗെയിമിംഗ് എന്നാണ് പേര്. നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 മിനിറ്റ് ആയിട്ടുള്ളൂ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. സമയം നോക്കണം, അല്ലെങ്കിൽ പ്രശ്നമായിരിക്കും. അതിൻ്റെ ചെയ്യുമ്പോഴേക്ക് ഞാൻ കഴിഞ്ഞ ഇട്ട വീഡിയോ ഇല്ലേ, ഞാൻ 14 മിനിറ്റ് കൊള്ളിക്കാൻ നോക്കി, പക്ഷെ കൊള്ളിയില്ല. ഇനി അങ്ങോട്ടോ സ്ഥലം മാറിപ്പോയോ? ഇവിടെ വരെ വന്നു. നമുക്ക് മനസ്സിലായി എവിടെയാണ് പോകേണ്ടതെന്ന്. ഞാൻ ഇവിടെ കയറി ഇവിടെ ഒന്നുമില്ലേ? ഇങ്ങോട്ടുണ്ട്. അത് ഇവിടെ ഒന്ന് വെച്ചാലേ മനസ്സിലാവൂ. ബ്രോ എടാ, ഇത് കഷ്ടാന്നാ പറയണ്ടേ. ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ കാലോട്ട് കയറിയാലും മതി. ഞാൻ ലൂട്ടിലേക്ക് അവിടെ ഇതെന്താ നമുക്ക് കയറാം. അത് ഡയമണ്ട് ആണെന്ന് പറഞ്ഞുള്ള ഡയമണ്ട് ആയിട്ടില്ല ഗൈസ്. ഞാൻ ഒരു 2 ഡയമണ്ട് വിക്കക്സാച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഞാൻ ഡയമണ്ട് യൂസ് ചെയ്യില്ല. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ 6 ഡയമണ്ട് ബാക്കിയുണ്ട്. തീർക്കാൻ നോക്കുന്നില്ല. 24 ഡയമണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചാൽ മതി. ഡയമണ്ട് സ്ലോ. മനസ്സിലായി. മോജിയോ കിങ് കോനി സുനിൽ ഛത്രി ഹോട്ട്. നമ്മളില്ല വലിച്ച് ലൈറ്റ് വെച്ചെടുത്തുനിന്ന് മാത്രമേ പോകാൻ പാടുള്ളൂ ഞാൻ പറയുന്നത്. പക്ഷെ എനിക്കിത് കൺഫ്യൂഷൻ ആയിടാ. കിട്ടി സ്ഥലം കിട്ടി. മനസ്സിലായി. പിന്നെ ഇവിടെ പോയി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ടാ. ഇനി ഇങ്ങോട്ട്. പിന്നെ ഇങ്ങോട്ടേക്കൊന്ന് തുള്ളൽ, ഇങ്ങോട്ടേക്ക് തുള്ളൽ. ഇനി എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. അന്നേരം കിട്ടി. നമുക്ക് ചുറ്റിയിട്ടായിരുന്നു പോകണ്ടേ. മനസ്സിലായി ഗൈസ്. എൻ്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് തോന്നുന്നേ. ചിലപ്പോൾ തോന്നിയിരിക്കും. നമ്മൾ ഇരുട്ടല്ലേ പോലെ. ഇല്ലടാ, എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെ ഗൈസ്. എനിക്ക് ഇത് കൺഫ്യൂഷനാണ്. ഇല്ല. ഓക്കെ ഇതെൻ്റെ ഭാഗത്തുള്ള തെറ്റല്ല. അല്ലെങ്കിൽ ഇതിന് മേലെ ഹൈവാ. എനിക്ക് തോന്നി എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. അയ്യോടാ ഷീറ്റ്. എന്തോന്നടാ ഞാൻ ചെയ്ത ഇപ്പോൾ. ഇതിൻ്റെ കേട് തന്നെ എനിക്കിപ്പോൾ. ശരി. ഇനി നമുക്ക് ഇവിടുന്ന് ഓക്കെ സെറ്റ്. ഇപ്പോൾ സെറ്റായി ഗൈസ്. ചൂസ്. ഇങ്ങോട്ട് തന്നെയാണ് പോകണ്ടേ. നിങ്ങൾക്ക് ഈ ലെറ്റ്സ് പ്ലേ അല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ സ്നെൽവിൻ്റെ പുതിയ ചാനലിൽ 27 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇടയ്ക്ക് തന്നെ 24 ഉള്ളൂ ഗൈസ്. നിങ്ങളെ അവൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാത്തവർ എൻ്റെ ചെയ്തിട്ട് അവൻ്റെ ചെയ്താൽ മതി ഗൈസ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പിക്കാക്സ് എടുക്ക്. പിക്കാക്സിനെ കുഴി നോ വേറി.